നല്ല രാത്രിക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വീണ്ടും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഈ രാത്രികാലവും ദൈവം നമ്മെ കൂട്ടി വരുത്തിയല്ലോ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലേഖനത്തെ നമ്മൾ 3ആയി വിഭാഗിച്ച് പഠിക്കുന്നു. 1-ാമത്തെ ഭാഗം, അതിന്റെ 1-2 അധ്യായങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങൾ. 3-4 അധ്യായങ്ങൾ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങൾ. 5-6 അധ്യായങ്ങൾ ജീവിതപരമായ വിഷയങ്ങൾ. ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1-2 അധ്യായങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങൾ. അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു. 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ മുഖവുരയായി അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-7 വാക്യങ്ങൾ വ്യക്തിപരമായ നിലയുടെ സാധുത്വം. 8-10 വാക്യങ്ങൾ, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷം. 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിന്റെ ദൈവിക ഉത്ഭവം. ഈ ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഈ രാത്രികാലം അതിന്റെ 18 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians chapter 1 verse 18 to 24. verse 18, 18-ാം വാക്യം. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാവേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. 3 ആണ്ട് കഴിഞ്ഞിട്ട്. അതിന് മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചല്ലോ. അതിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ അവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. സ്തോത്രം. അപ്പോൾ ദമസ്കോസിൽ വെച്ച് ദർശനം ലഭിച്ച അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ പഴയ ശൗൽ, അറേബ്യയിലും അതുപോലെ ദമസ്കോസിലുമായി 3 വർഷക്കാലം പാർത്ത ശേഷം കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. മഹാപുരോഹിതന്മാരുടെ കത്തുമായിട്ട് ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പൗലോസ് യെരൂശലേം വിട്ടിട്ട് ഇപ്പോൾ 3 വർഷമായിരിക്കുന്നു. തന്റെ മാനസാന്തരത്തിന് ശേഷമുള്ള കാലമാണ് ഈ 3 വർഷം. അക്കാലത്താണ് താൻ സ്വതന്ത്രമായി സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ താൻ യെരൂശലേമിൽ പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തിന്? തന്നെ വിട്ട മഹാപുരോഹിതനെ കാണാനല്ല. മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രവുമായിട്ട് വന്നതാ. എന്നാൽ ദൈവം അവനോട് സംസാരിച്ചതിന് ശേഷം, ദൈവിക വെളിപ്പാടുകൾ അവന് ലഭിച്ച ശേഷം താൻ കാണുവാനായിട്ട് പോകുന്നത് മഹാപുരോഹിതനെയല്ല, അപ്പോസ്തലനായ പത്രോസിനെ കാണുവാൻ തക്കവണ്ണം. ഈ സന്ദർശനം പ്രവൃത്തിയുള്ള പുസ്തകം 9-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർശനമാണെന്ന് കരുതപ്പെടുന്നു. പ്രവൃത്തിയുള്ള പുസ്തകം എന്നെടുത്താട്ട് 9-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 26 to 29. അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ച് ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു.
പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സ്തോത്രം. ഇവിടെ ദമസ്കോസിലെ ദമസ്കോസിലെ താമസത്തിന് ശേഷം ആദ്യത്തെ യെരുശലേം സന്ദർശനത്തിന്റെ വിവരണമാണ് ഈ രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്നത്. രണ്ട് വിവരണത്തിന്റെയും യോജിപ്പും അതിന്റെ വിശദാംശങ്ങളിലുള്ള വിയോജിപ്പും നമ്മൾ ശ്രദ്ധിക്കുക. ദമസ്കോസിലുള്ള യഹൂദന്മാർ മൂലം തന്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയ പൗലോസ് യെരുശലേമിലേക്ക് ഓടിപ്പോയി എന്ന് ചരിത്രകാരനായ ലൂക്കോസ് പറയുന്നു. എന്നാൽ പത്രോസിനെ കാണാനായി ചില ദിവസം യെരുശലേമിൽ പാർത്തുവെന്നും അപ്പോസ്തലന്മാരെ കാണാൻ സാധിച്ചില്ല എന്നും ലേഖനം പറയുന്നു. ഓർക്കേണ്ടതായ ഒരു കാര്യം, ചരിത്രം പ്രധാന സംഭവങ്ങൾ ചാരിത്രിക വീക്ഷണത്തിൽ രേഖപ്പെടുത്തുന്നു. ചരിത്രപരമായിട്ട് ഒരാൾ ഒരു കാര്യം എഴുതുമ്പോൾ അത് ചരിത്രത്തോട് ബന്ധപ്പെട്ട നിലയിലാണ് രേഖപ്പെടുത്തുന്നത്. ഉദാഹരണമായിട്ട് ക്രിസ്തീയ സമൂഹത്തിന് പൗലോസിനെ കുറിച്ചുള്ള ധാരണ, അതുപോലെ ബർന്നബാസിന്റെ ഇടപെടൽ, അതുപോലെ പൗലോസിന്റെ ജീവന്റെ മേലുണ്ടായ ആക്രമണം ആദിയായ കാര്യങ്ങൾ ചരിത്ര സംഭവമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ലേഖനം ഈ കാര്യങ്ങൾ വിട്ടുകളയുന്നു. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് ഈ സന്ദർശനത്തിന്റെ കാലം, ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം, ഈ സന്ദർശനത്തിന്റെ ദൈർഘ്യം എന്നിവ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ടുപേർ ഒരേ സംഭവങ്ങൾ എഴുതുമ്പോൾ രണ്ട് നിലകളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം, ഒരു ചരിത്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയപ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയപ്പോൾ ലൂക്കോസ് അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങൾ എഴുതിയ അപ്പോസ്തലനായ പൗലോസ് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 18-ാം വാക്യം കണ്ടിന്യൂ ചെയ്താട്ട്. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ആണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് ബർന്നബാസ് പൗലോസിനെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തി. പത്രോസിനെ പരിചയപ്പെടാനുള്ള ഒരു സന്ദർശനമായിരുന്നു ഇത്. പോപ്പ് എന്ന നിലയിലല്ല, ക്രിസ്തുവിനെ കുറിച്ചും അപ്പോസ്തലത്വത്തെക്കുറിച്ചും കൂടുതൽ അറിയാവുന്നവൻ എന്ന നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് പത്രോസിനെ പരിചയപ്പെടുവാനായി പോകുന്നത്. ഒന്നാമത്തെ പോപ്പ് എന്നുള്ള നിലയിലൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് അവൻ പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. 15 ദിവസം പാർത്ത പൗലോസ് പത്രോസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടിരിക്കാം. തിരിച്ചും തന്നെക്കാള് സീനിയറായിട്ടുള്ള അപ്പോസ്തലനാണ് പത്രോസ്. യേശുവിനോട് കൂടെ നടന്ന ശിഷ്യനാണ്. അവർ ഒരുമിച്ച് ഒരു മുറിയിൽ ഇരുന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാകാം? പത്രോസ് പൗലോസിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാകാം? താൻ കർത്താവിനോട് കൂടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. താൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കാം. താൻ പിന്നീട് യഥാസ്ഥാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കാം. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യം, പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയ കാര്യം പറഞ്ഞിരിക്കാം. അന്ന് ശക്തിയോടെ പ്രസംഗിച്ച കാര്യം പറഞ്ഞിരിക്കാം. 3000 പേർ മാനസാന്തരപ്പെട്ട കാര്യം പറഞ്ഞിരിക്കാം.
ജാതികൾക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നുകൊടുത്ത കാര്യം പറഞ്ഞിരിക്കാം. അപ്പോസ്തലനായ പൗലോസാണ് ജാതികളുടെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്നതെങ്കിലും അതിനു മുൻപായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നിലിയോസിന്റെ ഭവനത്തിൽ പോയ സംഭവം നമുക്കറിയാമല്ലോ. ജാതികളോടുള്ള ബന്ധത്തിൽ അവന് ലഭിച്ച വെളിപ്പാടും ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ജാതികൾക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നുകൊടുത്ത കാര്യം അപ്പോസ്തലനായ പത്രോസ് പൗലോസിനോട് പറഞ്ഞിരിക്കാം. ഇനി പൗലോസ് പത്രോസിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? തേജസ്കരിക്കപ്പെട്ട കർത്താവ് തനിക്ക് വെളിപ്പെട്ട കാര്യം പറഞ്ഞിരിക്കാം. ഒരു കാലത്ത് ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് താനെന്ന് പൗലോസ് പത്രോസിനോട് പറഞ്ഞിരിക്കാം. കർത്താവ് തനിക്ക് വെളിപ്പെട്ട ദമസ്കോസിൽ വെച്ച് വെളിപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. അപ്പോസ്തലനായിട്ട് ദൈവം തന്നെ നിയോഗിച്ച കാര്യം പറഞ്ഞിരിക്കാം. അറേബ്യയിൽ വെച്ച് തനിക്ക് ലഭിച്ച വെളിപ്പാടുകളെ കുറിച്ച് പറഞ്ഞിരിക്കാം. ഇതൊക്കെ ആയിരിക്കും അവർ പറഞ്ഞത്. ദൈവമക്കൾ തമ്മി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ പറയുന്നത്? കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതൊഴിച്ച് ബാക്കിയെല്ലാം പറയും അല്ലേ? സ്തോത്രം. അവർ അന്യോന്യം പിരിഞ്ഞപ്പോ എന്തായിരിക്കും പറഞ്ഞത്? നമുക്ക് കൂട്ടായ്മയുടെ വലം കൈ കൊടുത്ത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തുടരാം. ഈ മഹത്വകരമായിട്ടുള്ള സുവിശേഷം നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം, ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ പറഞ്ഞിട്ടല്ലേ പിരിയുന്നത്? തീർച്ചയായിട്ടും. ദൈവത്തിന് സ്തോത്രം. അവിടെ പത്രോസ് ഒരു സീനിയർ എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസിനെ അംഗീകരിക്കാതിരിക്കുന്നില്ല, അവനെ അംഗീകരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 19-ാം വാക്യം. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ. യാക്കോബ് 12 ഒരുവനല്ലെങ്കിലും യെരുശലേം സഭയുടെ തൂണുകളിൽ ഒരാളായിരുന്നു. ഇവിടെ പറയുന്ന യാക്കോബ് 12 ഒരുവനല്ലായിരുന്നു, എങ്കിലും അവൻ യെരുശലേം സഭയുടെ തൂണുകളിൽ ഒരാളായിരുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം എന്ന് വായിച്ചാട്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 9. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിചയക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്ന് ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു. സ്തോത്രം. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. ഇവിടെ പറയുന്ന യാക്കോബ് യേശുവിന്റെ അർദ്ധ സഹോദരനായിരുന്നു. താൻ ബർന്നബാസിനെ പോലെ വിശാല അർത്ഥത്തിൽ ഒരു അപ്പോസ്തലനായിരുന്നു. AD 62 അവൻ രക്തസാക്ഷിയായി എന്ന് ചരിത്രം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ എത്ര യാക്കോബുമാരെ നമ്മൾ പഠിക്കുന്നുണ്ട്? ഒന്നാമത്തേത് സെബദിയുടെ മകനായ യാക്കോബിനെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നവൻ സെബദിയുടെ മകൻ യാക്കോബ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്ന് വായിച്ചിട്ട് ഇവിടെ യാക്കോബിനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അത് പറയുന്നത്. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 2. പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പേരാവത്: ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ. മതി, അവൻ യോഹന്നാന്റെ സഹോദരനായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ സെബദിയുടെ മകനായ യാക്കോബ് അവൻ യോഹന്നാന്റെ സഹോദരനുമായിരുന്നു. 17-ാം അധ്യായം 1-ാം വാക്യം മത്തായി, മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 1.
6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ആന്തരിക വലയത്തിൽപ്പെട്ടവനായിരുന്നു ഈ യാക്കോബ്. ഇത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശുവും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ തമ്മിലുള്ള ബന്ധം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം തന്നെ 5-ാം അധ്യായം 37-ാം വാക്യം വായിച്ചാട്ട്. മാത്യു ചാപ്റ്റർ 5 verse 37. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്നും വരുന്നു. 5:37 മാർക്ക്? മാർക്കോസിന്റെ സുവിശേഷമാണ്. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. സ്തോത്രം. വേറൊരു വാക്യം 9-ാം അധ്യായം 2-ാം വാക്യം, മാർക്ക് തന്നെ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. സ്തോത്രം. ഇവിടെയും ഈ 3 പേരെ നമുക്ക് കാണുവാൻ കഴിയും യേശുവിനോട് കൂടെ. ഒരു വേദഭാഗം കൂടെ 14-ാം അധ്യായം 33-ാമത്തെ വാക്യം. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. സ്തോത്രം. അപ്പോൾ ഈ സെബദിയുടെ മകനായ യാക്കോബ് യേശുവിന്റെ ആന്തരിക വലയത്തിൽപ്പെട്ടവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. എല്ലാരെയും എല്ലാ കാര്യവും ഏൽപ്പിക്കാൻ പറ്റത്തില്ല. യേശുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് 3 പേർ അവന് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അതിലും പ്രിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാ? യോഹന്നാൻ. അവൻ യേശുവിന്റെ മാറോടുകൂടെ നടന്നു, ചേർന്നിരുന്നു. അപ്പോൾ യേശുവിന് ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തിയുള്ള പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം കൂടി. ആക്ട്സ് ചാപ്റ്റർ 12 verse 2. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അപ്പോൾ ഹെരോദാവ് ഇദ്ദേഹത്തെ വാൾ കൊണ്ട് കൊന്നതായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ 4 യാക്കോബുമാരിൽ ഒന്നാമത്തെ വ്യക്തി സെബദിയുടെ മകൻ യാക്കോബ്. രണ്ടാമത്തെ യാക്കോബ് അൽഫായുടെ മകൻ യാക്കോബ്. ഇവനും 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. അൽഫായുടെ മകൻ യാക്കോബ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 10 verse 2 and 3. 12 അപ്പോസ്തലന്മാരുടെ പേരാവത്: ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്. സ്തോത്രം. ഇവിടെ അൽഫായുടെ മകൻ യാക്കോബിനെ കുറിച്ച് കാണുന്നു. ഇവനും 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. സ്തോത്രം. ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്നും അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരും ഉണ്ടായിരുന്നു, ചെറിയ യാക്കോബ്. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിച്ചായിട്ട്. മാർക്ക് ചാപ്റ്റർ 15 verse 40. Mark chapter 15 verse 40. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ യാക്കോബ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ യാക്കോബ് അൽഫായുടെ മകനായ യാക്കോബായിരുന്നു. സ്തോത്രം. ഇനി മൂന്നാമത്തെ യാക്കോബ് നമ്മള് വചനത്തിൽ കാണുന്നത് യേശുവിന്റെ സഹോദരനായ യാക്കോബ്. ഈ യാക്കോബിനെ കുറിച്ചാണ് കുറച്ചു മുമ്പ് നമ്മൾ ചിന്തിച്ചത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 13 verse 55. ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നവർ അല്ലയോ? സ്തോത്രം. അപ്പോൾ യേശുവിന്റെ സഹോദരനായ യാക്കോബ്
രണ്ടാമതൊരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 7 verse 5. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ യേശുവിന്റെ മരണം വരെ ഈ യാക്കോബ് യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. അവന്റെ സഹോദരനായ യാക്കോബ് യേശുവിന്റെ മരണം വരെ കർത്താവിൽ വിശ്വസിച്ചവനല്ല. മൂന്നാമതൊരു വേദഭാഗം പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 verse 13 and 14. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്തോത്രം. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ഇവൻ യേശുവിൽ വിശ്വസിച്ചത്. സ്തോത്രം. അതിനു മുൻപ് അവന്റെ അർദ്ധ സഹോദരനായ യാക്കോബ് അവനിൽ വിശ്വസിച്ചിരുന്നില്ല. സ്തോത്രം. പ്രവൃത്തിയുള്ള പുസ്തകം 15-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 15 verse 12 and 13. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. 12-13. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സ്തോത്രം. സഹോദരന്മാരെ, മതി. ഈ യാക്കോബ് പിന്നീട് യെരുശലേം സഭയുടെ തൂണുകളിൽ ഒരാളായി തീർന്നു. യെരുശലേം സഭയുടെ മൂപ്പനായി തീർന്നു. സ്തോത്രം. ഇനിയും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 verse 1. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ യാക്കോബിന്റെ ലേഖനം എഴുതിയ വ്യക്തി യേശുവിന്റെ അർദ്ധ സഹോദരനായ യാക്കോബായിരുന്നു. സ്തോത്രം. ഇനി 4-ാമത്തെ യാക്കോബിനെ കുറിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദയുടെ പിതാവായ യാക്കോബ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യാക്കോബിന്റെ മകനായ യൂദ. ഈ വ്യക്തിയെ പറ്റി പിന്നെ കൂടുതൽ ഒന്നും തന്നെ അറിയുന്നില്ല. സ്തോത്രം. യാക്കോബിന്റെ മകനായ യൂദ. അപ്പോൾ പുതിയ നിയമത്തിലെ 4 യാക്കോബുമാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സെബദിയുടെ മകനായ യാക്കോബ് 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. അൽഫായുടെ മകനായ യാക്കോബ്, അവനും 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. 3 യേശുവിന്റെ സഹോദരനായ യാക്കോബ്. 4-ാമത്തേത് യൂദയുടെ പിതാവായ യാക്കോബ്. 19-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. 19-ാം വാക്യം ഒന്നിടുന്ന് വായിച്ചാട്ട്. ഗലാത്യ ലേഖനം. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. പൗലോസ് യെരുശലേമിൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റപ്പോസ്തലന്മാരെ ആരെയും കണ്ടില്ല. എന്തുകൊണ്ടാ കാണാഞ്ഞത്? അവർ ഒരുപക്ഷെ ശുശ്രൂഷകൾക്ക് യെരുശലേമിന് പുറത്തു പോയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തിയുള്ള പുസ്തകം 12-ാം അധ്യായത്തിൽ പഠിക്കുന്നത് പോലെ ഹെരോദാവിന്റെ കൂട്ടക്കൊല ഭയന്നിട്ട് ഹെരോദാവിന്റെ ഭരണസീമയ്ക്ക് പുറത്തു പോയിരിക്കാം. ഹെരോദാവിന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്ന് പുറത്തു പോയിരിക്കാം കൂട്ടക്കൊല ഭയന്നിട്ട്. രണ്ടായാലും കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റ് അപ്പോസ്തലന്മാരെ ആരെയും അവൻ കണ്ടില്ല. ഇവിടെ എന്താണ് പൗലോസ് ഈ 2 വാക്യങ്ങളിൽ കൂടി, അതായത് 18-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും കൺവേ ചെയ്യുന്ന മെസ്സേജ്? ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിന് ലഭിച്ച വെളിപ്പാടും പൗലോസ് ഗലാത്യരെ അറിയിച്ച സുവിശേഷവും അപ്പോസ്തലന്മാരിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ പ്രാപിച്ചതല്ല, അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങളിൽ കൂടി കൺവേ ചെയ്യുന്ന മെസ്സേജ്. ദൈവത്തിന് സ്തോത്രം. അത് മനുഷ്യരിൽ നിന്ന് ലഭിച്ച വെളിപ്പാടല്ല, ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷത്തെ കുറിച്ചുള്ള വെളിപ്പാട്
തനിക്ക് ലഭിച്ചതെന്ന് ഈ വാക്യങ്ങളിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഹല്ലേലൂയ കൺവേ ചെയ്യുന്നു. 20-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പൗലോസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവത്തെ സാക്ഷിയാക്കിയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഫസ്റ്റ് തിമോത്തി chapter 5 verse 21. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. സ്തോത്രം. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവത്തെ സാക്ഷിയാക്കിയാണ്. ഇവിടെ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോഴും പറയുന്നത്, നീ പക്ഷമായിട്ടൊന്നും ചെയ്യരുത്, ദൈവസഭയ്ക്ക് യോഗ്യമായ കാര്യങ്ങൾ നീ ചെയ്യുക. ഹല്ലേലൂയ. അത് മനുഷ്യര് ചിന്തിക്കുന്നത് പോലെ അല്ല. ദൈവസഭയ്ക്ക് യോഗ്യമായ കാര്യങ്ങൾ പക്ഷമായിട്ടൊന്നും ചെയ്യാതെ, സിദ്ധാന്തം കൂടാതെ ഒന്നും ചെയ്യാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചു കൊള്ളണമെന്ന് ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. രണ്ടാമതൊരു വേദഭാഗം കൂടി. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 2 Timothy chapter 2 verse 14. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിന് അല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദത്തിന്റെ അനന്തര ഫലം എന്താ? ഇത് കേൾക്കുന്നവരെ മറിച്ചു കളയുക. അങ്ങനെ ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി നീ അവരെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ നാം 20-ാമത്തെ വാക്യത്തിൽ വായിച്ചു, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പൗലോസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവത്തെ സാക്ഷിയാക്കിയാ ചെയ്തത്. ആ ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. താൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. 21-ാമത്തെ വാക്യം. പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. പ്രവൃത്തിയുള്ള പുസ്തകം 9-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് chapter 9 verse 29 and 30. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. ഈ 2 വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യവും പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 29-30 വാക്യങ്ങളും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തില് ഇവിടെ നാം വായിക്കുന്നു, യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂടി. സഹോദരന്മാർ അത് അറിഞ്ഞിട്ട് അവനെ കൈസരിയയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. സ്തോത്രം. ഒരേ വിഷയം തന്നെയാണത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം ഇതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന സ്ഥലങ്ങളുടെ ക്രമം പൗലോസ് സന്ദർശിച്ച ക്രമമായിരിക്കേയില്ല. ഇവിടെ പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കൈസരിയയിൽ നിന്ന് തർസോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം കിലിക്യ സന്ദർശിച്ചിരിക്കണം. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, കൈസരിയയിൽ നിന്ന് തർസോസിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ
ആദ്യം കിലിക്കിയ സന്ദർശിച്ചിരിക്കണം. കിലിക്കിയയിലെ പ്രമുഖമായിട്ടുള്ള പട്ടണമാണ് തർസോസ്. അത് നമുക്കറിയാം. കിലിക്കിയ ദേശത്തെ പ്രധാനമായിട്ടുള്ള ഒരു പട്ടണമാണ് തർസോസ്. ഗലാത്യ ലേഖനത്തിൽ പിന്നെ എന്തുകൊണ്ട് സിറിയയുടെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നു? പൗലോസിന്റെ കാലത്ത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ സിറിയയും കിലിക്കയും യോജിച്ചു നിന്നിരുന്നു. ഒന്നാമത്തെ കാരണം അതാ, ഈ രണ്ട് പട്ടണങ്ങളും പൗലോസിന്റെ കാലത്ത് യോജിച്ചു നിന്നിരുന്നു. രണ്ട്, സിറിയയിൽ ഒരു പട്ടണമായിരുന്നല്ലോ അന്ത്യോക്യ. ഇങ്ങനെ പ്രമുഖ പട്ടണങ്ങളുള്ള സിറിയ ധനത്തിലും ജനസംഖ്യയിലും കിലിക്കയേക്കാൾ മുന്നിലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഗലാത്യ ലേഖനത്തില് സിറിയയുടെ പേര് പറഞ്ഞിരിക്കുവാനുള്ള കാരണം ഇതാണെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ ഈ ലോക രാജ്യങ്ങളൊക്കെ നേതാക്കന്മാർ സന്ദർശിക്കുന്നവരുടെ ആദ്യം സന്ദർശിക്കുന്നത് ചെറിയ രാജ്യങ്ങൾ, പിന്നീട് വലിയ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ മിക്കവാറും വലിയ രാജ്യങ്ങളുടെ പേര് ആദ്യം പറയുന്നത്. കാരണം അത് ഇപ്പൊ അവരുടെ സന്ദർശനത്തിന്റെ ലിസ്റ്റിൽ ആദ്യം ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ അമേരിക്ക സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനോട് ചേർന്ന് കിടക്കുന്ന ചില രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ആദ്യം പോകുന്നത് നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നു. അതിന് മുൻപായിട്ട് മറ്റ് ചില രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ രാജ്യത്തിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഇവിടെ ഈ സിറിയ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാകിയാൽ, പ്രമുഖ പട്ടണങ്ങളുള്ള രാജ്യമാകിയാൽ, ജനസംഖ്യയിൽ കിലിക്കയേക്കാൾ മുന്നിലായ രാജ്യമായതിനാൽ സിറിയയുടെ പേര് ആദ്യം പറഞ്ഞിരിക്കാം. സ്തോത്രം. അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൈസരിയയിൽ നിന്ന് തർസോസിലേക്ക് പോകുമ്പോൾ കിലിക്കിയ സന്ദർശിച്ചിരിക്കാം. അപ്പോൾ കിലിക്കിയയിലുള്ള പ്രധാന പട്ടണമാണ് തർസോസ്. തർസോസിൽ നിന്ന് അന്ത്യോക്യയിലേക്ക്, അതായത് സുറിയയിലുള്ള അന്ത്യോക്യയിലേക്ക് പോയതായിട്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സ് 24 to 26. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷമുള്ള തന്റെ ആദ്യ നാളുകൾ, പ്രാരംഭ നാളുകൾ തർസോസിലായിരുന്നു. തർസോസിൽ അവൻ ക്രിസ്തീയ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ നാളുകൾ തർസോസിൽ ക്രിസ്തീയ സാക്ഷ്യം അവൻ വഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അന്ത്യോക്യ സഭ വളർന്ന് പുതിയ നേതാക്കന്മാരെ ആവശ്യമായിട്ട് വന്നപ്പോൾ ബർന്നബാസ് പൗലോസിനെ ഈ തർസോസിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്നതായി ഇവിടെ വായിക്കുന്നു. അതാ സംഭവിച്ചതും. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം പഠിച്ചതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. അത് ഈ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷമുള്ള തന്റെ പ്രാരംഭ നാളുകൾ തർസോസിലായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം അന്ത്യോക്യ സഭ വളർന്നപ്പോൾ അവിടെ പുതിയ നേതാക്കന്മാരെ ആവശ്യമായി വന്നു, പുതിയ ദേവദാസന്മാരെ ആവശ്യമായി വന്നപ്പോൾ ബർന്നബാസ് പൗലോസിനെ തർസോസിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിട്ട് ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, രണ്ട് നിലകളിൽ എഴുതിയിരിക്കുന്നുവെന്ന് മാത്രം. സ്തോത്രം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവൻ ആയിരുന്നു. യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. യഹൂദ്യയിലെ ക്രിസ്തു സഭകൾ, അതായത് ഏകദേശം 10 വർഷം യെരുശലേമിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷയിലായിരുന്നതിനാൽ യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്ക് താൻ അപരിചിതനായി തീർന്നു. 10 വർഷക്കാലം താന് യെരുശലേമിൽ നിന്ന് ദൂരെയായിരുന്നു. ഇവിടെ മുൻപ് പറഞ്ഞ 15 ദിവസത്തെ ഹ്രസ്വ സന്ദർശനവും പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളിൽ പറയുന്ന ഒരു ധനസഹായത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. യെരുശലേം സഭയ്ക്ക് കൊടുക്കുന്ന ധനസഹായത്തെക്കുറിച്ച്. ഈ 2 ഹ്രസ്വ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും
അവിടെയുള്ള സഹോദരന്മാരുമായിട്ട് അടുത്തിടപഴകുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിന് അവസരം കിട്ടിയിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്ന യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ താൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. അവനൊരു പക്ഷെ അവർക്ക് അപരിചിതനായിരിക്കാം. സ്തോത്രം. ഇവിടെ യഹൂദിയയിലെ ക്രിസ്തു സഭകൾ എന്ന് പറയുന്നത് റോമൻ പ്രവിശ്യയായ യഹൂദ്യയിലുള്ള ക്രിസ്തു സഭകളെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. റോമൻ പ്രവിശ്യയായ യഹൂദ്യയിലുള്ള ക്രിസ്തു സഭകളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23-24 വാക്യങ്ങൾ. Verse 23 and 24. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ, താൻ മുൻപേ മുടിച്ച സുവിശേഷത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എന്ന് എടുത്താട്ട്, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verse 7. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും അധികം പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നുവെന്ന്. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പല പുരോഹിതന്മാരും പുതിയ നിയമ സഭയുടെ ഭാഗമായി തീർന്നു. ഈ വിശ്വാസം ഏറ്റെടുത്ത് അവർ പുതിയ നിയമസഭയുടെ ഭാഗമായി തീർന്നു. ഈ വാക്യങ്ങളിൽ വിശ്വാസം എന്ന വാക്ക് സുവിശേഷം എന്നതിന്റെ ഒരു പര്യായമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടു എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട്, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 3 verse 23-26. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസൻ. ഇവിടെ 26-ാമത്തെ വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ. ഒരുവന്റെ പ്രവൃത്തിയല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസമാണ് രക്ഷയ്ക്ക് ആധാരമെന്ന് വചനം പഠിപ്പിക്കുന്നു. സൽപ്രവൃത്തികൾ ചെയ്യരുതെന്ന് ഇതിന് അർത്ഥമില്ല. നാം സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. പക്ഷെ രക്ഷയുടെ മാനദണ്ഡം സൽപ്രവൃത്തികളല്ല, അത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമാണെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് ക്രിസ്തീയ വിശ്വാസികളെ നശിപ്പിച്ചവൻ ക്രിസ്തീയ വിശ്വാസവും നശിപ്പിക്കാമെന്ന് കരുതി. ക്രിസ്തീയ വിശ്വാസികളെ നശിപ്പിച്ചാൽ ക്രിസ്തീയ വിശ്വാസവും നശിക്കുമെന്ന് കരുതിയ ശൗൽ ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയാൽ ക്രിസ്തീയ വിശ്വാസം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ചിന്തിക്കുന്ന പല ഭരണാധികാരികളുമുണ്ട്, പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പരമാധികാര ശക്തി ക്രിസ്തീയ വിശ്വാസം നശിക്കാതെ അതിനെ പരിരക്ഷിച്ചു, അതിനെ സൂക്ഷിച്ചു.
ഓരോ കാലഘട്ടത്തിലും ക്രിസ്തീയ സഭയെ മുടിക്കുവാൻ തക്കൊണ്ടും ഇറങ്ങിയ അനേകരുണ്ട്. ക്രിസ്തീയ മതം മരിച്ചു എന്ന് കരുതി സംസ്കരിക്കുവാനായിട്ട് ശവക്കുഴി വെട്ടിയ ആളുകളുണ്ട്. അവരൊക്കെയും ശവക്കുഴിക്കുള്ളിലായി. എന്നാൽ ക്രിസ്തു വിശ്വാസം ഇന്നും വളരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഈ ജീവനുള്ള വചനം ഭൂമിയിൽ മനുഷ്യരുടെ കയ്യിലുള്ളിടത്തോളം കാലം ഈ സുവിശേഷത്തിന്റെ വ്യാപ്തി ഓരോ ദിവസവും പരന്നുകൊണ്ടിരിക്കും. ഒരാളെ കൊന്നാൽ ആയിരക്കണക്കിന് ആളുകൾ രക്ഷയിലേക്ക് വരും. അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, 1:24 നാം വായിക്കുന്നു. 23-ാമത്തെ വാക്യം കൂടി ചേർത്ത് ഞാൻ വായിക്കുന്നു. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇംഗ്ലീഷില് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ആൻഡ് ദേ വെർ ഗ്ലോറിഫൈയിങ് ഗോഡ് ബിക്കോസ് ഓഫ് മീ. ആൻഡ് ദേ വെർ ഗ്ലോറിഫൈയിങ് ഗോഡ് ബിക്കോസ് ഓഫ് മീ. അതായത് അവർ എന്നെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കാരണം അവർ പൗലോസിൽ കണ്ടു. അതുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കാരണം അവർ പൗലോസിൽ കണ്ടു. അതുകൊണ്ട് they were glorifying God because of me. നമ്മെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ദൈവസഭയ്ക്കുണ്ടോ? ചിന്തിച്ചു നോക്കുക. നമ്മെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ദൈവസഭയ്ക്കുണ്ടോ? അതോ നമ്മുടെ പേര് ഓർക്കുമ്പോൾ തന്നെ തലയെ കൈവെക്കുകയാണോ ദൈവസഭ ചെയ്യുന്നത്? സഭ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ദൈവം നമ്മെ ഏൽപ്പിച്ച വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ആത്മീക വിഷയങ്ങൾ നാം അലസത കാണിക്കാറുണ്ടോ? നമ്മളൊരു പാട്ട് പാടാറുണ്ട്, കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ. കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമായി മഹത്വനാമത്തെ കീർത്തിക്കുവാൻ ശക്തീകരിക്കുക നിന്നെ ആത്മാവിനാൽ. ഇത് പാടിക്കൊണ്ടിരുന്നാൽ മതിയോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ഓരോരുത്തരും ശക്തീകരിക്കപ്പെടേണ്ട നാളുകൾ അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? കാലങ്ങൾ കഴിഞ്ഞു പോയി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ കാലം അങ്ങ് പോവും. നമ്മൾ പാടിയും കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ദൈവത്തിനുണ്ടാകണം, ദൈവസഭയ്ക്കുണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ അനീഷ് കവാലത്തിന്റെ ഒരു മെസ്സേജിന്റെ ഭാഗം കേൾക്കാനിടയായി തീർന്നു. പുള്ളി പറഞ്ഞ കാര്യം ഈ സഭയിൽ വരുന്ന ആളുകളെ കുറിച്ച്. ചില ആളുകളെ ഓർക്കുമ്പോഴേ ദൈവദാസന്മാർക്ക് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ട് തോന്നും. പുള്ളി പറഞ്ഞ ബേബിച്ചനായി സ്തോത്രം, കർത്താവെ അവൻ ഉപവസിക്കുന്നല്ലോ, അവൻ പ്രാർത്ഥിക്കുന്നല്ലോ, അവൻ ദൈവസഭയ്ക്ക് വേണ്ടി അത്യധികമായിട്ട് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, കൃപാവരങ്ങളാൽ അവനെ നിറയ്ക്കണമേ, ദൈവശക്തിയാൽ അവനെ നിറയ്ക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാ തോമാച്ചൻ സഭയിൽ വരുന്നോർണേ, അയ്യോ തോമാച്ചൻ ഇന്നും വന്നല്ലോ. ദാനിയേലിനെ സിംഹക്കൂട്ടി കയറ്റിയപ്പോൾ സിംഹത്തിന്റെ വായെ ബന്ധിച്ചതുപോലെ ഇവന്റെ നാവിനെയും കർത്താവെ ബന്ധിക്കണമേ, ഇങ്ങനൊന്നും പ്രാർത്ഥിക്കാനായിട്ട് ദേവദാസന്മാർക്ക് ഇടവരരുതെന്ന് അദ്ദേഹം പറഞ്ഞ് പ്രസംഗിച്ച ഭാഗമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്,
നമ്മെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കാരണങ്ങൾ നമ്മിൽ നിന്ന് ദൈവത്തിനുണ്ടാകണം, ദൈവസഭയ്ക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരം ദൈവകൃപയുടെ പരമാധികാര പ്രവൃത്തിയായിരുന്നു. സ്തോത്രം. ഈവൻ ദൈവസഭയിൽ വന്നിട്ട് മാനസാന്തരപ്പെടാത്ത അനേകരുണ്ട്. ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിലെ ഒരു വലിയ അപജയമാണ്. മറ്റുള്ളവര് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം വിഘാതമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ളവർ പെന്തക്കോസ്ത് സഭയിൽ പോകുന്നതാ. സ്തോത്രം. ദൈവസഭയിൽ വന്നിട്ട് എത്ര വർഷമായിട്ടും മാനസാന്തരപ്പെടാത്ത ആളുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പാഷാണത്തിലെ കൃമി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഈ പാഷാണത്തിൽ കിടന്നാലും ചാകാത്ത ചില കൃമികളുണ്ട്. ഇതുപോലെ ദൈവസഭയെ വന്നിട്ട് മാനസാന്തരപ്പെടാത്തവർ എത്ര വർഷങ്ങളായിട്ട് ദൈവസഭയിൽ പോകുന്ന ആളുകളാണെന്നറിയാം. പക്ഷെ നന്നാകുകയില്ല. എബ്രായ ലേഖനം ഒന്ന് എടുത്തായിട്ട് 4-ാം അധ്യായം, അതിന്റെ ആ വാക്യം കൂടെ വായിച്ചിട്ട് മുമ്പോട്ടങ്ങ്. 4-ാം അധ്യായം അതിന്റെ 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇത് വായിച്ച് എന്തോ വചനം തരുന്ന വാണിങ്. ബുക്ക് ഓഫ് ഹിബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 4-6. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും, ഈ വ്യക്തികളെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കണം. ഒരിക്കൽ അവർ ദൈവത്തിൽ നിന്നുള്ള പ്രകാശനം ലഭിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ സഭയിൽ വന്നുകൊണ്ടിരുന്ന ആളുകളാണ്. ഒരിക്കൽ അവർക്ക് പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനങ്ങളൊക്കെ ആസ്വദിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതൊക്കെ ജീവിതത്തിൽ പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ദൈവത്തിന്റെ വചനം ഒരുപാട് ആസ്വദിച്ചത് അല്ലെ? കേട്ട് 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 എന്ത് രസമാ കേൾക്കാൻ. കേൾക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷമാണ്. ദൈവത്തിന്റെ വചനം ആസ്വദിച്ചു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തവര് പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. യഹൂദന്മാർ ആവശ്യത്തിന് വേദന കർത്താവിന് കൊടുത്തതാ. അവന് സഹിക്കാവുന്ന വേദനകളൊക്കെ സഹിച്ചതാ. അത് പോരാഞ്ഞിട്ട് നമ്മളായിട്ട് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും. ഇവരെ കാണുന്നവരുടെ അപവാദം പറയുന്നത് ആരെയാ? ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ മനുഷ്യർ അപവാദം പറയുന്നത് ആ വ്യക്തികളെ അല്ല, അവരെ വീണ്ടെടുത്ത കർത്താവ്. ഇവനും ഇങ്ങനാന്നല്ല, ഇവനിൽ എവിടാ പോന്നേ? അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ട് അറ്റ കൈക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ദുർമാർഗത്തിലേക്ക് വീണുപോയ മനുഷ്യനെ ഇനി ഉപദേശം പറഞ്ഞ് ശരിയാക്കാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം വന്നപ്പോൾ അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന നിർത്താൻ പറയുന്നത്, അവനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അതായത് ഇല്ലേ, പറങ്ങാപ്പഴം വാവില് ചപ്പുന്ന കണ്ടിട്ടുണ്ടോ? പഴയ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ചപ്പി താഴെ ഇടുന്ന പോലെ. അതിന്റെ ആ സത്ത് മുഴുവനും കുടിച്ച് ഒരു പരുവത്തിലാക്കി സാത്താൻ താഴെയിട്ട് കഴിഞ്ഞാലേ ഇവൻ പിന്നെ ശരിയാകത്തുള്ളത്. പൗലോസ് അത് പറഞ്ഞത് അവന്റെ ആത്മാവിന്റെ നാശത്തിന് വേണ്ടിയല്ല, അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. അവനോട് സ്നേഹമുള്ളത് കൊണ്ടാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇതാകുന്നു രക്ഷാസമയം, ഇതാകുന്നു രക്ഷാ ദിവസം.
ഇതാകുന്നു സുപ്രസാദ കാലം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഇതെന്നും കേട്ടുകൊണ്ടിരിക്കാമെന്ന്, ഈ വചനം എന്നും ആസ്വദിച്ചുകൊണ്ടിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, നമ്മൾ പാടിയതുപോലെ മരണം ഒരു നാൾ വരും. ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യനും മരിക്കും. നിങ്ങൾ ആ ദിവസത്തെ പറ്റി ഓർക്കണം. ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കാൻ. എല്ലാവരുടെയൊക്കെ മരണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറയും, അല്ലേ? എന്നാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു നിമിഷത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഓർത്താ ഒത്തിരി കാര്യങ്ങൾ ശരിയാകും. ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ, എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വരാതെ നിൽക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ നിത്യത തീരുമാനിക്കും നാം എവിടേക്കാ പോകുന്നതെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ശ്വാസം നമുക്ക് മുകളിലോട്ടും താഴോട്ടും വലിക്കാൻ കഴിവുള്ള കാലത്ത് കർത്താവിന് വേണ്ടി ഈ ജീവിതം സമർപ്പിപ്പാൻ തക്കവണ്ണം നാം തുനിയണം. ഒരിക്കലും ഈ ശ്വാസം നിന്നുപോയാൽ സംഭവിക്കുന്ന ഭയാനകമായ കാര്യം, ക്രിസ്തുവിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചതാണല്ലോ. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരം ദൈവകൃപയുടെ പരമാധികാര പ്രവൃത്തിയായിരുന്നു. സകല മഹത്വവും അവനെ തിരഞ്ഞെടുത്ത് അവനെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചവനുള്ളതാ. പൗലോസ് അല്ല മഹത്വം എടുത്തത്, അവനെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തവനാണ് സകല മഹത്വമുള്ളത്. ദൈവം പൗലോസിന്റെ ജീവിതത്തിൽ ചെയ്തതോർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു. പൗലോസിനെ അല്ല സ്തുതിച്ചത്, ദൈവം പൗലോസിന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം കണ്ട മറ്റുള്ളവരും ദൈവത്തെ സ്തുതിക്കണം. നമ്മളെ കാണുന്നവരും അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകണം. അനീഷ് കാവാലം പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ മക്കളും ദൈവദാസന്മാരും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം എപ്പോഴാണ് മനുഷ്യർക്ക് കഴിയുന്നത്? ഒരു താലന്ത് കിട്ടിയവൻ അത് രണ്ടാക്കിയപ്പോൾ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടാ പറ്റുമോ? നമ്മൾ നമ്മുടെ താലന്താ ശ്രദ്ധിക്കേണ്ടത്, നാട്ടുകാരുടെ താലന്തല്ല. ദൈവം എനിക്ക് എന്താ താലന്ത് തന്നത്? ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം, ഉപവസിക്കാനായിരിക്കാം, പാടാനായിരിക്കാം, പ്രസംഗിക്കാനായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. നമുക്ക് തന്ന താലന്ത് വ്യക്തമായിട്ട് നമുക്കറിയാം. ഒരു താലന്തുമില്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമി ജനിച്ചിട്ടില്ല. ഈ ഒരു വാസ്തവം, ഇതൊരു സത്യമായിട്ടോ. എന്തെങ്കിലും താലന്ത് തരാത്ത ഒരു വ്യക്തിയും ദൈവത്തിന്റെ മക്കളായിട്ട് സഭയിലില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ പായിടുന്ന കാര്യത്തിലായിരിക്കും. അത് ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ടോ? എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യം ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴാണ് ദൈവം രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. എല്ലാം കൂടി തരത്തില്ല. ഇവിടെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചവന് അത് ചെയ്യാത്തവന് എങ്ങനെ രണ്ടാമത്തെ താലന്ത് കൊടുക്കുന്നത്? ദൈവം കൊടുക്കുകയില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് മനുഷ്യര് ദൈവത്തെ സ്തുതിച്ചു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നമ്മൾ പഠിച്ച വേദഭാഗമാണല്ലോ, ഗലീഷ്യൻസ് 1:16. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. സ്തോത്രം. ഇവിടെ ദൈവം തന്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തിയെന്നാ വായിച്ചത്. മറ്റുള്ളവർ പൗലോസിൽ ദൈവപുത്രനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് മഹത്വം. ദൈവം തന്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തി. അതാ മറ്റുള്ളവർ കാണുന്നത്. മറ്റുള്ളവർ പൗലോസിൽ ദൈവപുത്രനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. മുൻപ് ദമസ്കോസിൽ പോയ പൗലോസ് ഒരു ചെന്നായ പോലെ അവിടെ ചെന്ന്
ദൈവമക്കളെ കടിച്ചു കീറാനായിട്ട് പോയവനാ. എന്നാൽ ചെന്നായിട്ട് പോയ ആൾ ഇപ്പോൾ ഒരു ഇടയനായി തീർന്നു. ആടിനെ കൊല്ലാൻ പോയ ആള് ഇപ്പൊ ആടിന്റെ ഇടയനായി തീർന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് വന്ന മാറ്റം ശ്രദ്ധിച്ചേ. ഇതാണ് ശരിയായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത്. അധികാരപത്രം വാങ്ങി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് ദമസ്കോസിലേക്ക് പോയ പൗലോസ് ശൗൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവജനത്തെ ഉപദ്രവിച്ച് കൊന്നുകളയുവാനായിട്ട് പോയവൻ അവസാനം ദൈവജനത്തിന്റെ ഇടയനായി തീർന്നു. എന്നിട്ട് അധികാരപത്രം വാങ്ങിയിട്ട് വന്ന മഹാപുരോഹിതനെ കാണാനല്ല യെരൂശലേമിലേക്ക് പോകുന്നത്, അപ്പോസ്തലന്മാരിൽ മൂപ്പനായ പത്രോസിനെ കാണാനാ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം. നമ്മുടെ ജീവിതത്തിലും മാനസാന്തരത്തിന്റെ യഥാർത്ഥ ഫലങ്ങൾ പുറപ്പെടുവാൻ തക്കവണ്ണം വരും ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.